ഞങ്ങൾ പുതുതായിട്ട് വാങ്ങിച്ച ഡിഷ് വാഷറിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ഡെമോ ആണ് ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഡിഷ് വാഷർ വാങ്ങണം എന്ന് ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ച ബ്രാൻഡാണ് ബോഷ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഒരു ബോഷിൻ്റെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉപയോഗം ഞങ്ങൾ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് കണ്ടിരുന്നു. കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് അതിനൊരു കംപ്ലയിൻറ്റും ഇല്ലാത്ത കാരണം ഞങ്ങൾ ബോഷിൻ്റെ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഓഫ് ബോഷ് എംപ്ലോയീസിന് വി ഗെറ്റ് 25 മുതൽ 30% വരെ ഓഫർ പല മോഡൽസിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ടും കിട്ടും. ഇപ്പോൾ ഈ പർട്ടിക്കുലർ പർച്ചേസിൽ നമുക്ക് ഏതാണ്ട് 30% ബോഷ് എംപ്ലോയീൻ്റെ ഡിസ്കൗണ്ടും അതിന് പുറമെ 2% ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസ് ചെയ്ത് തന്നെ അതിൻ്റെ ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ രണ്ടാമതൊരു റീസൺ ബോഷ് വാങ്ങാമെന്ന് തീരുമാനിച്ചത്. പിന്നെ ഒരു കാരണമുള്ളത്, ബോഷാണ് ഡിഷ് വാഷേഴ്സിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള വെച്ച് വളരെ നല്ലൊരു മോഡൽ. അതാണ് മൂന്നാമത്തെ ഒരു കാരണം. വർക്ക് ഏരിയയുടെ ഒരു സൈഡിലാണ് കേട്ടോ ഇത് ഫിറ്റ് ചെയ്യണത്. നമ്മുടെ വാഷിംഗ് മെഷീൻ അടുത്തുണ്ട്. അതിൻ്റെ ഒരു സൈഡിലാണ് നമ്മളിത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തേക്കണത്. വെക്കാൻ പാടാത്ത കടായി വെക്കാൻ പറ്റില്ല, നോൺ സ്റ്റിക്ക് വെക്കാൻ പറ്റില്ല, അയൺ വെക്കാൻ പറ്റില്ല, അലൂമിനിയം വെക്കാൻ പറ്റില്ല. ഇതൊക്കെ വെച്ചാൽ മെഷീന്റെ പ്രശ്നമില്ല, പക്ഷെ ഇതിന്റെ കോട്ടിങ് പോവും, അതിന്റെ മെറ്റീരിയൽ ഡിസ്കളർ ആവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പാത്രത്തിനാണ് പ്രശ്നം. അതൊന്ന് ഇതിനകത്ത് വെക്കാൻ പാടില്ല. പിന്നെ ഇതിനകത്ത് ഈ മെഷീൻ സെറ്റിനകത്ത് വരുന്നത് 2 ട്രേ ആണ്. താഴത്തെ ട്രേ കുറെ കൂടി ഹെവി ആയിട്ടുള്ള ഇതൊക്കെ വെക്കാനുള്ള വലിയ പ്ലേറ്റ്, അല്ലെങ്കിൽ ആ പ്ലേറ്റിന്റെ 2 നിരയുണ്ട്. ആദ്യത്തെ നിരയിലെ പ്ലേറ്റ്, ബാക്കിലെ നിര വേണമെങ്കിൽ മടക്കി വെച്ചിട്ട് നമുക്ക് ചട്ടി, കലം അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാം. ചട്ടി മീൻസ് നോട്ട് മീൻ, മറ്റേ മീൻ ചട്ടി അല്ല. അല്ല, മീൻ ചട്ടി ഒന്നല്ല. ഈ പറഞ്ഞ പോലെ മീൻ ചട്ടി ഒന്നും വെക്കാൻ പറ്റില്ല. സ്റ്റീൽ ചട്ടികൾ, അങ്ങനത്തെ കടായി, അങ്ങനെയുള്ള സാധനങ്ങൾ, കുക്കർ ഒക്കെ വെക്കാം. ഹെവി ആയിട്ടുള്ള പാത്രം അതൊന്നും വെക്കാം. ഇതിൽ മാക്സിമം ടെമ്പറേച്ചർ 70 വരെ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. റബ്ബർ, ഈ കുക്കറിന്റെ റബ്ബർ, മിക്സിയുടെ റബ്ബറൊക്കെ അതിൽ വെക്കാം. വെയിറ്റ് ഉള്ള സാധനമൊക്കെ താഴെ വെക്കാം. കുക്കറിന്റെ ഇതൊക്കെ വെക്കാൻ പറ്റുമോ? അത് വെക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? കുക്കറിന്റെ ഇത് വെക്കാം. അത് 100 ഡിഗ്രിയിലല്ല, ചൂട് കുറവാണ്. അത് വെക്കാം. കട്ട്ലറിയുടെ ഒരു കെറ്റ് ഉണ്ട്. കട്ട്ലറി അതിനകത്ത് വെക്കാം. കാരണം ഇത് അടിയിൽ പോയാൽ അവിടെ താഴ്ന്ന് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട്. പിന്നെ ഒരു കാര്യം, താഴത്തെ ട്രേ കുറെ കൂടി ഹെവി ആയിട്ടുള്ള ഇതൊക്കെ വെക്കാനുള്ള വലിയ പ്ലേറ്റ്, അല്ലെങ്കിൽ ആ പ്ലേറ്റിന്റെ 2 നിരയുണ്ട്. ആദ്യത്തെ നിരയിലെ പ്ലേറ്റ്, ചെറിയ ഡിഷ്, സൈഡ് പ്ലേറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാം. അതും ഈ 2 വെച്ച് കഴിഞ്ഞ് അകത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇതിന് മുകളിലൊരു ഫാനും അടിയിലൊരു ഫാനും ഉണ്ട്. ഇത് 2 ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ നോക്കണം. അത് കറങ്ങിയില്ലെങ്കിൽ മര്യാദയ്ക്ക് വൃത്തിയാവില്ല. അതാണ് പിന്നെ പറഞ്ഞത്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞോണ്ടിരിക്കുമ്പോൾ നമുക്കിത് വലിച്ചു തുറക്കാം. കുഴപ്പമൊന്നുമില്ല. തുറന്നത് ഓഫ് ആവും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോൾ ചൂടുവെള്ളമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ തുറന്നു കഴിയുമ്പോൾ പെട്ടെന്ന് സ്റ്റീം അടിക്കും. കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തുറന്നാൽ പൊള്ളും. അപ്പൊ അതുപോലെ ഇത് കഴിഞ്ഞാലും, ഈ ഫുൾ സെറ്റ് കഴിഞ്ഞാലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാനാണ് നല്ലത്. കാരണം അതിന്റെ ആ സ്റ്റീം വെച്ചിട്ടാണ് ഇത് ഡ്രൈ ആവുന്നത്. അപ്പൊ അത് ഡ്രൈ ആവാൻ വേണ്ടി ഇത് തുറക്കാനാണ് നല്ലത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ട്രൈ, ഈ ഫുൾ സൈക്കിൾ കഴിഞ്ഞാലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുന്നതാണ്. പാത്രമൊക്കെ പെട്ടെന്ന് ഉണങ്ങാനുള്ളത് ചെയ്യാം. ഇത് ഉണങ്ങി കിട്ടും പാത്രം. പിന്നെ ഇതിനകത്ത് ഇടാനുള്ള 3 സാധനങ്ങൾ. ഒന്ന് ഉപ്പ്, അത് ഈ വെള്ളത്തിന്റെ ഹാർഡ്നെസിന്റെ അവിടെയാണ്. അതൊരു ബോക്സ്, 1 kg ഉപ്പ്, 1 kg ഉപ്പ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ 15 സൈക്കിൾ, 15 പ്രാവശ്യം കഴുകാം. പിന്നെയുള്ളത് റിൻസ് സൈഡ്. റിൻസ് സൈഡ് തന്നെ പാത്രം അവസാനം ഈ ഷൈനായിട്ട് വരാനുള്ളതാണ് റിൻസ് സൈഡ് എന്ന് വെച്ചാൽ. അതെന്താണ്, അത് ഇതിന്റെ ഇൻഡിക്കേറ്റർ അത് കുറച്ചുള്ളൂ, ഒരു 80 ml അങ്ങനെ എന്തോ ആണ് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് ഈ ലൈറ്റ് വരുമ്പോൾ, ഒരു നക്ഷത്രം പോലത്തെ ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റ് വരുമ്പോൾ അത് മാറ്റണം. പിന്നെയുള്ളത് മൂന്നാമത്തതാണ് ഇത് ഡിറ്റർജന്റ്. ഇതാണ് ഒരു ഡിറ്റർജന്റ് ക്യാപ്സ്യൂൾ. ഇതുപോലത്തെ ടാബ്ലറ്റ് കിട്ടും, അല്ലെങ്കിൽ പൗഡർ കിട്ടും. ഈ പൗഡറോ അല്ലെങ്കിൽ ടാബ്ലറ്റ് ആണെങ്കിലും ഓരോ വാഷിനും മാറ്റും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ വാഷിന്റെ സമയത്ത് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. ഓരോ വാഷിന്റെ സമയത്ത് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. വേറെ പ്രില്ലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ല, നമ്മുടെ കൈകൊണ്ട് വേണ്ട സാധനമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഇതിൽ ഈ പറഞ്ഞ 3 സാധനങ്ങളാണ് മിക്സ് ചെയ്ത് വരുന്നത്. അത് ആ പൗഡറിനകത്ത് ഓൾറെഡി അതിനകത്ത് അങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങളും സംഭവങ്ങളും. പിന്നെ കുറെ മോഡുകളുണ്ട്. സാധാരണ എക്കോ മോഡ്, അത്
1 മണിക്കൂർ 40 മിനിറ്റ് എടുക്കും. 50 ഡിഗ്രിയിലായിരിക്കും സാധാരണ കഴുകുക. ഓട്ടോ മോഡ് ഇതിനകത്ത് പല പല ടൈപ്പ് സാധനങ്ങൾ വെക്കുമ്പോൾ ഓട്ടോ മോഡിൽ ദിവസമുള്ള ഡെയിലി വാഷിന് ഓട്ടോ മോഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നല്ല എണ്ണയുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഇന്റൻസീവ് കടായി എന്ന് പറഞ്ഞിട്ട് പാത്രം, നന്നായിട്ട് എണ്ണയുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ ഒന്നിന്റെ മുകളിൽ ഒന്ന് കയറ്റി വെക്കരുത്. ഒന്നിന്റെ മുകളിൽ ഒന്ന് കയറ്റി വെച്ചാൽ അടിയിലത്തെ മാത്രമേ കഴുകൂ, മുകളിലത്തെ കഴുകില്ല. കാരണം സ്പ്രേ പാരലായിട്ട് വെക്കണം, എല്ലാം നിരത്തി കമത്തി വെക്കണം. പിന്നെ എക്സ്പ്രസ് സ്പാർക്കിൾ എന്ന് പറയുന്നതും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുക്ക് ചെയ്ത പാത്രങ്ങളില്ല, പ്ലേറ്റും അങ്ങനെയുള്ള ഗ്ലാസും മാത്രമേ ഉള്ളൂ എങ്കിൽ എക്സ്പ്രസ് സ്പാർക്കിൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് കഴിച്ച പ്ലേറ്റ് മാത്രമേ ഉള്ളെങ്കിൽ എക്സ്പ്രസ് സ്പാർക്കിൾ മതിയായിരിക്കും. അത് കുറച്ച് സമയമുള്ളൂ, 1 മണിക്കൂർ എന്തേ ഉള്ളൂ. പിന്നെ 1 മണിക്കൂർ 15 മിനിറ്റ് അങ്ങോട്ട് ഏറ്റവും കുറവല്ലേ? ഏറ്റവും കുറവ് 15 മിനിറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് വെറുതെ വെള്ളം ഉണങ്ങിയിരിക്കുന്ന സാധനത്തിൽ നനച്ചെടുക്കാനുള്ള സാധനമാണ് 15. അതല്ലാതെ ബാക്കി മിനിമം 1 മണിക്കൂറാണ് എല്ലാത്തിനും. പിന്നെ ഇതിന് പുറമെ വേറെ ഒരു ഹാഫ് ലോഡ് എന്ന പരിപാടിയുണ്ട്. ഹാഫ് ലോഡ് എന്ന് പറഞ്ഞ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പാത്രം ഉള്ളെങ്കിൽ നമുക്ക് ഹാഫ് ലോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരു സ്ട്രേ മാത്രമേ പാത്രം ഉള്ളെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അതിന്റേതായ ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസ് ചെയ്ത് കുറച്ച്. പക്ഷെ അപ്പോഴും 15 മിനിറ്റ് അങ്ങനെ കുറഞ്ഞിട്ടുള്ളൂ അല്ലേ? അങ്ങനെ വലിയതായിട്ടൊന്നും 15 മിനിറ്റ്സ് കുറഞ്ഞു, 1 മണിക്കൂർ പ്രതീക്ഷിക്കാം. പിന്നെ ഇത് ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വേറെ എവിടെന്നെങ്കിലും ഇതൊക്കെ ഓൺ ചെയ്യാം. അപ്പൊ നമ്മള് ആരെങ്കിലും കൊണ്ട് ഈ പാത്രമൊക്കെ ഇതിനകത്ത് വെപ്പിച്ചിട്ട് നമുക്ക് ഓഫീസിൽ നിന്നും ഓണാക്കി. പിന്നെ വേദി എക്കോ എന്ന സാധനമുണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ചുകൂടി സമയം എടുക്കും, പക്ഷെ ഓവറോൾ എനർജി കൺസപ്ഷൻ കുറഞ്ഞു കിട്ടും. പിന്നെ ഈ മെഷീൻ വന്നു കഴിയുമ്പോൾ ആദ്യമായിട്ടുള്ള വാഷ് ഫസ്റ്റ് ഒന്നുമില്ലാതെ ഒന്നും വിടാതെ വാഷ് ചെയ്യും. കാരണം ഇതിനകത്ത് തന്നെ കെമിക്കൽസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും ഈ പൈപ്സിലൊക്കെ. ഇത് എയർ കയറിയിരിക്കാൻ തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടി ആ കെമിക്കൽസ് ഒക്കെ വാഷ് ഔട്ട് ആയി പോകാനാണ്. അതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ 2 ഇത് ഇവർ തരുന്ന ടാബ്ലറ്റ് വെച്ച് തന്നെ ചെയ്യാം, സാധാരണ പാത്രം കഴുകുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഡിറ്റർജന്റും പൗഡറും റിൻസ് ചെയ്ത് ഇട്ടിട്ട് കഴുകും. പിന്നെ ഈ 10 സൈക്കിള് 12 സൈക്കിൾ കഴിയുമ്പോൾ ഇതിനകത്ത് ഉപ്പ് സോൾട്ട് മാറ്റേണ്ടി വരും. അത് ഇതിന് ഇൻഡിക്കേറ്റ് ചെയ്യും. പിന്നെ ഓരോ 2 പ്രാവശ്യം അധികം എച്ചിലെടുത്ത് കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഫിൽറ്ററിൽ തന്നെ ഫിൽറ്റർ ബ്ലോക്ക് ആയി പോകും. അപ്പൊ ആ ഫിൽറ്റർ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ആ ഫിൽറ്റർ ക്ലീൻ ചെയ്യും. നമ്മൾ അവിടെ സിങ്ക് കഴിയണ പോലെ സിങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സിങ്കിലുള്ള വേസ്റ്റ് എടുത്ത് കളയും, അതുപോലെ തന്നെ എടുത്ത് കളയണം, അല്ലെങ്കിൽ അത് അടയും. ഇതാണ് മെയിനായിട്ട് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഇവിടെ മാനുവൽ ഉണ്ട്. പിന്നെ മാനുവൽ ഉണ്ട്. അതില് മെയിനായിട്ട് എന്താണ് അറഞ്ചം പുറഞ്ചം വെക്കരുത്, ഇങ്ങനെ അടുക്കി കമത്തി വെക്കണം. പിന്നെ വലിയ പാത്രങ്ങൾ മുകളിൽ വെക്കരുത്, താഴത്തെ ഇതിൽ വെക്കുക. മുകളിലത്തെ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നിന്റെ മുകളിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴുകി കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ ഈ ഈ ടാബ്ലറ്റ് വീഴുന്നൊരു ട്രേ ഉണ്ട്. അതില് പാത്രം വെക്കരുത്. അതിൽ പാത്രം വെച്ച് ഈ ടാബ്ലറ്റ് അതിനകത്ത് നിന്ന് വീഴുമ്പോൾ അതിനകത്ത് സോപ്പ് മുഴുവൻ ആ പാത്രങ്ങളിൽ പിടിച്ചിരിക്കും, അതിനകത്ത് വെക്കരുത്. പിന്നെ ഈ സ്പൂണൊക്കെ വെക്കുമ്പോൾ ഇതിനിടയിൽ കൂടെ അടിയിലത്തെ ഫാനുമ തടാതെ വെക്കണം. ഫാനുമ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാൻ കറങ്ങില്ല, ഫാൻ കറങ്ങില്ലെങ്കിൽ വൃത്തിയാവില്ല. ഇതൊക്കെ തന്നെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ ഒരു വാറന്റി കാർഡ് കിട്ടി. ഇതൊരു വാറന്റി കാർഡാണ്. വാറന്റി കാർഡ് അവിടെയാ? അത് വാറന്റി കാർഡല്ല, ഇതെന്റെ മാനുവലാണ്. ഡീറ്റെയിൽഡ് മാനുവൽ. ഇതെന്റെ ഡിറ്റർജന്റ് ടാബ്ലറ്റ് ആണ്. ഇതാണ് ഓരോ വാഷിന് ഇടേണ്ടത്. ഇതാണ് റിൻസ് സൈഡ് എന്ന സാധനം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മള് പാത്രം ക്ലീൻ ആയി വരുമ്പോൾ തിളങ്ങാൻ വേണ്ടി മാത്രമല്ല, ഡ്രൈയിങ് പർപ്പസസിനും കൂടിയാണ്. ഇത് ആദ്യത്തെ ഫിറ്റിങ്ങിന് മാത്രം. ഇതിന് നമ്മൾ എത്ര 600 ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് പുള്ളി തന്നാ ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 670 അങ്ങോട്ട്. ഏത് അതിനല്ലേ പൈസ വാങ്ങിച്ചത്? അതിന് 770 രൂപ കൊടുത്ത് വാങ്ങിച്ചല്ലേ? അത് നമ്മൾ ഓൾറെഡി പേ ചെയ്തു. ഇതിന് എക്സ്ട്രാ വാങ്ങിച്ചിട്ട് 670 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനാണ് 700. ഇത് പിന്നെ ഡീസ്കെയിലർ 3 മാസത്തിലൊരിക്കല് ഈ പൊടി ഇട്ടിട്ട് കഴുകുക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കെയിലിംഗ് ഇല്ലാതെ ഇതുപോലെ സ്കെയിലിംഗ് വരാതെ രക്ഷപ്പെടും. വെള്ളത്തിന്റെ പാട് വന്ന് അത് നിറയെ പാടുണ്ട്. ഇവിടെ വെള്ളം പോണ സ്ഥലത്തൊക്കെ കണ്ടു, ഇവിടെയൊക്കെ പാട്. ഇവിടുത്തെ വെള്ളത്തിന്റെയാണ്. അതുപോലെ ഇതിന്റെ അകത്തും സ്കെയിലിംഗ് വരും. ഇത് രണ്ടിനും ഉപയോഗിക്കും. On top of one we can place, right? One on top of
No, you can't Only place one it. line. Oh, okay, okay. It's heavy weight. Okay. Keep it upside down. Okay. Lightweight. Small bowls, got glass. Everything's upside down. Suppose you have any, like any, suppose you put a delicate item, wine glass, put a holding pattern. Wine glass holding. handle, holding. ഹോൾഡിംഗ് Oh, wine glass also can be washed in this. Just like holding. Uh-huh. So it depends upon size. There's also plates is it, quarter plate. Don't have plate, you have to put it bowls or something. Opposite, yes, both. ഓക്കെ ലോക്ക് Again, opposite. Correct. It's a heavy weight, lightweight vessel, no heavy weight. After load the vessel, before starting, you have to check the fan rotation, 2 panels. ബിലോ ആൻഡ് അബവ് Without any salt. Salt chamber. This is the salt chamber. Just open and put it inside. ആ ഓക്കെ മറ്റേതാണ് വേസ്റ്റ് വന്നത് അല്ലേ മറ്റേത് വേസ്റ്റ് യു ടു ഓപ്പൺ ആൻഡ് കുക്ക് വേസ്റ്റ് അല്ല റിമൂവ് ദ വേസ്റ്റ് യു ടേൺ ഇറ്റ് ആൻഡ് പുൾ ഇറ്റ് ഔട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ Descaling ಮಾಡ್ಕೋಬೇಕು because of chemical ಇರುತ್ತೆ ಅದು down chemical descale ಮಾಡ್ಕೊಂಡು better hygiene ട്രೈ ചെയ്ത് നോക്കണോ first ಓಪನ್ ಮಾಡಿ ಚೆಕ್ ಮಾಡಿ ಅಪ್ ಮಾಡಿ ಅಷ್ಟೇ ಅದು ಪುಲ್ ಮಾಡಬೇಕು ಓಪನ್ ಮಾಡಿ ಇದು ಪುಲ್ ಮಾಡಿ ಇದು ಔಟ್ ಸೈಡ್ ಪುಲ್ ಮಾಡ್ಬೇಕು ಇದರಲ್ಲಿ ಬ್ಲಾಕೇಜ್ ಆಗಿದೆ ಓಕೆ ದಿಸ್ ಯು ಹ್ಯಾವ್ ಟು ಕ್ಲೀನ್ ಅಷ್ಟೇ ಆರೋ ಮಾರ್ಕ್ ಈ ಸೈಡ್ ಇರಬೇಕು ಮತ್ತೆ ಕ್ಲಾಕ್ ವೈಸ್ ಕರೆಕ್ಟ್ ಲಾಕ್ ಇದೆ ಆರೋ ಮಾರ್ಕ್ಸ್ ಇಂದ ಇದಷ್ಟು ಓಪನ್ ಮಾಡಿ ಒಂದ್ಸರಿ അതിലേക്കാണ് പൊടി ഇടേണ്ടത് അല്ലേ എന്നിട്ട് ಅಷ್ಟೇ ಅಷ್ಟೇ lock it Mm, and that's right. as long, until that sign tells to put it right until the sign tells just ഇതിലേക്ക് ഒന്ന് നോക്കി എഴുതിത്തോ. this is rinse and this one is just push it and Correct. open ಆಟೋಮೆಟಿಕ್ ಓಪನ್ ಆಗಿದೆ ಓನ್ಲಿ ಫಾರ್ ಕ್ಲೋಸಿಂಗ್ ാണ് ഇത് ഹാർഡ്നെസ് ഉള്ള വെള്ളത്തിൽ ഹാർഡ്നെസ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇടണം അപ്പോൾ ഇതേണ്ട ഇങ്ങനത്തെ ഒരു പാക്കറ്റ് 1 കിലോൻ്റെ പാക്കറ്റാണ് വരുന്നത് ഇത് സോൾട്ടാണ് എന്താണ് പറഞ്ഞത് സോൾട്ട് അല്ലേ Yes. ആ ഇത് സോൾട്ട് ഡിഷ് വാഷർ സോൾട്ടാണ് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും ഇത് 1 കിലോ പാക്കറ്റാണ് ഇതിങ്ങനെ തുറന്നെടുക്കാൻ എത്രയാണല്ല പൊട്ടിക്കണ്ട ഇതിങ്ങനെ തുറന്നെടുക്കാം സിപ്പ് ബാഗ് എന്തിനാണ് സിപ്പ് ബാഗ് എന്നാണ് മനസ്സിലാവുക 1 കിലോ ഒറ്റ പാക്കായിട്ടാണ് ഇട്ടുള്ളത് അപ്പോൾ എന്തിനാ സിപ്പ് ബാഗ് എന്നതിൻ്റെ കഥ മനസ്സിലാവുക 1 കിലോ മുഴുവൻ ഇടണോ ഈ 1 കിലോ ഇതിനകത്ത് തുറന്നിട്ട് അതിനകത്തേക്ക് ഇടാം 1 കിലോ അതിനകത്തേക്ക് ഇടാനാണ് പറഞ്ഞത് കണ്ടാ ഇങ്ങനെ ഉപ്പ് പോലത്തെ സാധനമാണല്ലേ അത് വെള്ളത്തിലെ ഹാർഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് എത്ര യൂസിലേക്കാ ഇത് 10 തൊട്ട് 15 അത് ഫ്രണ്ടിലെ സെൻസർ അലർന്ന പോലെ നമുക്കത് ഉപയോഗിക്കാം നോട്ടിഫിക്കേഷൻ വരുന്ന പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് സെൻസറുണ്ട് അപ്പോൾ സെൻസർ ഉണ്ട് അപ്പോൾ ആദ്യത്തെ മാസം നമുക്ക് ഇത് ഈ സോൾട്ട് ഇട്ടിട്ട് എന്താ പറയുക റിൻസ് സൈഡ് വെച്ചിട്ട് ടാബ്ലറ്റ് ഇട്ട് കഴുകുക 2 ടാബ്ലറ്റ് തന്നിട്ട് അവരത് ഇൻസ്റ്റലേഷൻ വന്നപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു ആ ടാബ്ലറ്റ് ഇട്ട് ആദ്യത്തെ 2 പ്രാവശ്യം കഴുകുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിച്ച ഡിറ്റർജൻറ്റ് ഇട്ട് കഴുകാൻ ആണ് ഈ ടെക്നീഷ്യൻ പറഞ്ഞത് ഇതെൻ്റെ അടപ്പ് ഇതുപോലെ ഒരു സിഗ്നൽ സൈൻ വരും ഫ്രണ്ടിൽ സോൾട്ട് മതിയാവാതാവുമ്പോൾ ഈ സൈൻ ഫ്രണ്ട് വരും അത് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ അല്ലേ അത് നേരത്തെ റെഡ് കളർ ഉണ്ടായിരുന്നു തിരിച്ചാൽ കഴിഞ്ഞു ലോക്കായി വരയ്ക്കാനൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ 2 സാധനം ഉണ്ട് രണ്ടില്ലേ ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് ഇവിടെ പാത്രങ്ങൾ ഇങ്ങനെ ഇറക്കി വെക്കാം ഇവിടെ സ്പൂൺ അതായത് നമ്മളിങ്ങനെ വലിച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചാൽ
ഇവിടെ പാത്രങ്ങൾ ഇറക്കി വെക്കാം. ഇത് കട്ട്ലറിക്ക് വേണ്ടിയിട്ടാണ്. ഇത് കട്ട്ലറി ഉണ്ട്, അതിങ്ങനെ തുറന്ന് ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇത് അത് അളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. അത് നമുക്ക് ഈ ഫ്രണ്ടിലുള്ള സാധനത്തില് പിന്നെ ഇവിടെയാണ് ഗ്ലാസും വേറൊന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഈ ഫ്രണ്ടിലുള്ളതിൽ ഒന്നും വെക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് തടയുന്ന ടൈപ്പിലൊന്നും വെക്കരുത്. കാരണം ഈ ഡിറ്റർജന്റിന്റെ സ്പ്രേന്ന് ഡിറ്റർജന്റ് ചാടി ഇതിനകത്തേക്കാണ് വീഴുക. അപ്പൊ അങ്ങനെയാണ് ഇതിലൊക്കെ സോപ്പ് വരുന്നത്. അല്ലെങ്കിൽ സോപ്പൊക്കെ കൂടെ കട്ട പിടിച്ച് അവിടെ മാത്രമായിട്ടിരിക്കും. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. ഇത് അപ്പൊ വലിയ പാത്രം കടായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ക്ലോസ് ഇതിങ്ങനെ ചരിച്ച് വെക്കോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഫുള്ളായിട്ട് കിടത്തി വെച്ചിട്ട് നമുക്ക് ഒന്നിന്റെ മുകളിൽ വെക്കാതെ കമത്തി പാരലായിട്ട് എല്ലാം കമത്തി വെച്ചാൽ ഇതിന്റെ മുകളിൽ വെച്ചാൽ വി ക്യാൻ യൂസ് ദാറ്റ് ഫോർ വലിയ കടായി പാത്രങ്ങളൊക്കെ. ഇതാണ് താഴത്തെ സെറ്റപ്പ്. പിന്നെ ഇതാണ് ഫാൻ. ഈ ഫാനാണ് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫാൻ കറങ്ങണ്ടോന്ന് നോക്കണം. ഫ്രീ ആയിട്ട് കറങ്ങണ്ടോ. അതുപോലെ ഇവിടെ പറഞ്ഞുണ്ട്. അപ്പൊ ഈ മുകളിലും വെച്ചിട്ട് ഈ ഫാൻ ഇങ്ങനെ കറങ്ങണ്ടോ നോക്കണം. ഈ ഫാൻ കറങ്ങിയില്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അതുപോലെ ഡിറ്റർജന്റ് ടാബ്ലറ്റ് നമ്മൾ മുകളിൽ അതിടെ ഇവിടെയാണ് ഇടുക. ഇങ്ങോട്ട് ഇങ്ങനെ അടച്ചു വെക്കും. ഇത് വാട്ടർ സോല്യൂബിൾ ആണ് ഈ പാക്കറ്റ്. അപ്പൊ അത് ഇവിടെ വെക്കുക, എന്നിട്ട് അതിങ്ങനെ പുഷ് ചെയ്താൽ ഇങ്ങനെ പ്രസ് ചെയ്താൽ തുറന്നു വരും. അത് നമ്മൾ പ്രസ് ചെയ്യണ്ട, അത് സൈക്കിളിനിടയ്ക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രസ് ആവും. ഇവിടെ റിൻസൈഡ് ഈ സാധനം ആ ലിക്വിഡ് ഉണ്ട്, ലിക്വിഡ് ഇതിനകത്ത് ഒഴിച്ചു വെക്കുക. അതെന്താ 80 ml എന്നാണ് ഇതിനകത്ത് വെക്കുന്നത്, ഒഴിച്ചു വെക്കുന്നത്. ഇതിപ്പോ ഒഴിക്കണ്ട, നമുക്ക് നാളെ ഡെമോൺസ്ട്രേഷൻ കാണിക്കുമ്പോൾ ഒഴിക്കാം. അതൊന്ന് കാണിച്ചാൽ ഇത് വേറെ നമ്മുടെ ഉണ്ട്. ഇത് വേറെ ലിക്വിഡ് അപ്പോഴത്തേക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ വാഷ്ഡാണ്. നാളെ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ പാത്രമൊക്കെ നമ്മൾ വെച്ചു. മെയിൻ വലിയ പാത്രമൊക്കെ താഴെ, മറ്റേ ചെറിയ പാത്രമൊക്കെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. നമ്മളത് ഈ ഫാന് കറങ്ങുന്നുണ്ടോ എന്ന് നോക്കി, അത് കറങ്ങുന്നുണ്ട്. അടിയിലത്തെ ഫാനും എവിടെയാ ഉണ്ടല്ലോ, അതും കറങ്ങുന്നുണ്ട്. ഫാനും കറങ്ങുന്നുണ്ടോ നോക്കി, അത് കറങ്ങുന്നുണ്ട്. പാത്രം അടുക്കി ഇവിടെ ഒന്നും വെക്കരുത്. ഇവിടെ ഒന്നും പാത്രം വെക്കരുത്. ഈ ടാബ്ലറ്റ് വന്ന് വീഴുന്ന സ്ഥലമാണ്, അവിടെ ഒന്നും വെക്കാൻ പാടില്ല. കട്ട്ലറിയൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്, വലിയ പാത്രമൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്കിനി നമ്മൾ ഇന്നലെ ഓൾറെഡി സോൾട്ട് ഇട്ടിരുന്നു. ഇനി റിൻസൈഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ അത് ഇതിനകത്ത് ഉണ്ടാവണേ. ഇതൊരു 80 ml റിൻസൈഡ്, 80 ml റിൻസൈഡ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. റിൻസൈഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 80 ml കപ്പാസിറ്റി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഫുൾ 70 ml ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും, ബാക്കിയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഇത് ഫുള്ളാകുമ്പോൾ നിറയൂല്ലേ? ഫുള്ളാകുമ്പോൾ നിറയും. കഴിഞ്ഞു, ഇത് ഇത്രേ ഉള്ളൂ. ഇച്ചിരി കൂടി ഒരു 80 ml ആണ് അതിന്റെ ഫുള്ള്. നമ്മളിപ്പോൾ നിറച്ച് കൊടുത്തില്ല, കുറച്ച് കുറവുണ്ട്. ഇത് കഴിഞ്ഞു. ഇതിനി നമ്മൾ ഇതിന്റെ ടാബ്ലറ്റ് ഇടുക. അത് ടാബ്ലറ്റ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അടച്ച ഓട്ടോ ആണ് നോർമലായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോയിൽ ഇടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്യും ഇതിനകത്തുള്ള പാത്രങ്ങളുടെ വെയിറ്റും ഇതൊക്കെ വെച്ചിട്ട്. എന്നിട്ട് വേറെ എന്തെങ്കിലും വേണം, എക്സ്ട്രാ ഡ്രൈ വേണ്ട. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുക. പ്രീ റിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ അത് സ്റ്റാർട്ടാവും. ഇന്നലെ കഴുകിയിട്ട് രാവിലെ തുറന്നു നോക്കിയതാണ്. അപ്പോൾ പാത്രമൊക്കെ അങ്ങനത്തേതായിട്ട് അനങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടിട്ടെല്ലാം കഴുകാനായിട്ട് തോന്നാം. എല്ലാം ക്ലീനായി, സ്പൂണൊക്കെ ക്ലീനായി, എല്ലാം ഡ്രൈ ആയിട്ടിരിക്കുന്നത്. എല്ലാം ഡ്രൈ ആയി. കുറച്ച് കഴുകി കഴിഞ്ഞ് കുറച്ച് നേരം വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവും. എല്ലാം ക്ലീനും ഡ്രൈയും ആയിട്ടുണ്ട്. വലിയ പാത്രങ്ങളൊക്കെ വലിയ പാത്രം കഴുകി, പാൽപാത്രമൊക്കെ കഴുകി നല്ല ക്ലീനായി വരണം. ഇത് ഇത്രേ വരുന്നുള്ളൂ. ഇതിനകത്ത് മറ്റേ അടിയത്തെ പാത്രം. ശരി, അത്രേ ഉള്ളൂ. ഈ ഇതൊക്കെ പാടാണ്, അത് പോവില്ല.
പക്ഷെ ക്ലീൻ ആയിട്ടുണ്ട്. കമത്തി വെക്കുക എന്നുള്ളതാണ് മെയിൻ. എല്ലാം മാക്സിമം കമത്തി വെച്ചാൽ